ഇത് 2019 മോഡൽ സാൻഡ്രോ മാഗ്നയാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനം, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 2019 മോഡൽ പോളോ കംഫർട്ട് ലൈൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, ഏകദേശം 50,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. 2023 മോഡൽ എസ്പ്രസോ VXA പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ. ഇത് 2020 കിയ സോണറ്റ് ആണ്. വണ്ടി 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടിക്കകത്ത് ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, നല്ല ക്ലീൻ പീസ് വണ്ടി തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, സനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന ഭാഗത്താണ് വന്നേക്കുന്നത്. കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. സ്ഥിരം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു 2 മാസം 3 മാസം ആയി എടുത്തിട്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പം കറക്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ നമ്മളെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ ഒരു 3-4 കിലോമീറ്റർ വന്ന് കഴിയുമ്പോഴത്തേക്കും എഴുത്താണി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 വർഷം വാറൻറ്റിയോട് കൂടിയാണ് വണ്ടികൾ കൊടുക്കുന്നത്. അപ്പം അത് എത്രാമത്തെ വർഷം തൊട്ടാണ് 2 വർഷം വാറൻറ്റി എന്നുള്ളത് നമുക്ക് ചോദിക്കുക. ഇപ്പം കുറച്ച് നാളായിട്ട് വരാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്, അതെനിക്കറിയാം. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ എടുത്തുകൊണ്ട് പോകാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും എടുക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാം. കാരണം ഒരുപാട് അങ്ങ് പഴകിയ വണ്ടികളോ അങ്ങനെ മോശം വന്ന വണ്ടികളോ ഒന്നും ഇല്ല. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞൊരു ദിവസം ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞ് എറണാകുളത്തു നിന്നാണ്, സനൂപിൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ പോയി ഒരു വണ്ടി എടുത്തു. വണ്ടി നോക്കി, പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും വണ്ടി മോശമായിരുന്നു അങ്ങനെയുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കടകളിൽ സനൂപ് എന്തിനാണ് പോകുന്നത് എന്നുള്ള രീതി ചോദിച്ചു. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ, ചേട്ടാ നമ്മൾ ഇപ്പോൾ ഓരോ കട കണ്ടുപിടിച്ച് ചെല്ലുമ്പം നല്ല വണ്ടികൾ, എല്ലാവരും നല്ല വണ്ടികൾ തന്നെയാണ് പറയുന്നത്. ഇപ്പം ഇവിടെ പറഞ്ഞാലും അവിടെ പറഞ്ഞാലും ഒക്കെ നല്ല വണ്ടികളെന്ന് പറഞ്ഞാൽ, അപ്പം നമ്മൾ ഈ എടുക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുപോയി നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന ഞാനെന്നല്ല, ഏതൊരു യൂട്യൂബറും വീഡിയോ ചെയ്യുമ്പം നമ്മൾ ചോദിക്കുമല്ലോ വണ്ടിക്ക് എന്തെങ്കിലും അപാകതകളുണ്ടോ കുഴപ്പങ്ങളുണ്ടോ. ഇത് ചോദിക്കുമ്പം ഒരു 75% ആൾക്കാരും ഒരു കുഴപ്പമില്ലാത്ത വണ്ടി എന്നായിരിക്കും പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കരുത്. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. കാരണം നിങ്ങൾ നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കുക. കാരണം പറയുന്നത്, ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് പാവപ്പെട്ടവൻ എവിടുന്നെങ്കിലുമൊക്കെ പൈസ ഒപ്പിച്ച് അഡ്വാൻസ് ചെയ്തിട്ട് അവിടെ ചെന്ന് വന്ന് നോക്കുമ്പോഴത്തേക്കും വണ്ടിക്ക് കംപ്ലയിൻസ് ആണ്. അപ്പം നിങ്ങൾ ഈ വരുമ്പം അവരെ ആദ്യം വിളിച്ച് തിരക്കി, വീഡിയോയിൽ നിങ്ങളിങ്ങനെ കംപ്ലയിൻറ്റ്സ് ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ തന്നെ പറ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒന്ന് കൺഫേം ആക്കിയിട്ട് ഒരു മെക്കാനിക്കലിനെ കൂടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എറണാകുളം, കോഴിക്കോട്, മലപ്പുറം അവിടെ നിന്നൊക്കെ വന്ന് എടുക്കുന്നവർക്ക് അതൊരു വലിയ നിരാശ ഉണ്ടാവാതെ പോകും. കാരണം ഞാൻ അന്ന് ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞ, സനൂപൻ നിൻ്റെ വർത്തമാനം വിശ്വസിച്ചാണ് ഞാൻ അവിടെ പോയത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഇന്നാളും പറഞ്ഞു, ഒരു യൂട്യൂബർ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുടച്ച് വിശ്വസിച്ച് പൈസ കൊടുക്കരുതെന്ന്. ഒരു പൈസ അഡ്വാൻസ് ചെയ്ത 5,000 രൂപ അത് തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഇങ്ങനെ എന്നെ വിളിച്ച് പറയുമ്പോൾ അത് എനിക്ക് സങ്കടമാണ്. ഞാൻ പറയുന്നുണ്ടല്ലോ, എല്ലാ കടകളിലും നമ്മൾ പോകുന്ന എല്ലാ കടകളിലും നല്ലതും ചീത്തയായ വണ്ടികളുണ്ട്. അപ്പം നല്ലതും ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പം ചിലപ്പോൾ ഇവർ നോക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിളിച്ച് ചോദിച്ച് ആ വണ്ടിയുടെ ഫോട്ടോസ്, വീഡിയോസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ എടുത്തിട്ട് നിങ്ങൾ പോയി നോക്കി അങ്ങനെയൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ആ വണ്ടിയെക്കുറിച്ചുള്ളൊരു ബോധ്യത ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ, വേറെ ഒന്നും വിചാരിക്കരുത്. ഒരു കടയെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാ കടകളിലും ഇത്തരത്തിലുള്ള ഒരു ചെറിയ തിരുമാറി. ഞാൻ ചോദിക്കട്ടെ, ഈ യൂസ്ഡ് വണ്ടിയിൽ അതില്ലാതെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെ പോയാലും യൂസ്ഡ് വണ്ടിയിൽ ഇപ്പം ഒരുപാട് പുതിയ വണ്ടികൾ വിൽക്കുന്ന കടകളല്ലാതെ ഒരു പഴയ വണ്ടികൾ വിൽക്കുന്ന കടയോ അല്ലെങ്കിൽ ഡൽഹി വണ്ടികൾ കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിൽ കാണും. ഇപ്പം ഗ്ലാസ് പോയതോ അല്ലെങ്കിൽ ഫ്രണ്ട് ബമ്പറൊന്ന് ഇടിച്ച് പോയതോ അല്ലെങ്കിൽ ആ ടൈപ്പുള്ള എന്തെങ്കിലുമൊക്കെ കാണാതെ ഇരിക്കാൻ യാതൊരു സാധ്യതയില്ല. പിന്നെ എനിക്കിത് കുത്തിന് പിടിച്ച് എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വരുമ്പം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് വാങ്ങിക്കുക. എന്നിട്ട് ഇപ്പം നമ്പരൊക്കെ വെച്ച് നമുക്കിത് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ വന്ന് നല്ലൊരു മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകണം കേട്ടോ. അപ്പം ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല വണ്ടികൾ വിൽക്കുന്ന ഷോപ്പാണ് ഇത്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നല്ല ഷോപ്പാണ്. കാരണം പറയുന്നത് അത്രയും പുതിയ വണ്ടികളായിരിക്കും ഒട്ടുമുക്കാൽ പ്രാവശ്യം ഞാൻ വരുമ്പോൾ കിട്ടുന്നത്. ഇപ്രാവശ്യത്തെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബ്രോ, കുറേ നാളായി നമ്മൾ കണ്ടിട്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ട്. മഴയൊക്കെ എങ്ങനെയുണ്ട്? നല്ല മഴയാ. നിങ്ങൾ 2-3 മാസമായിട്ട് എന്നെ വിളിക്കുന്നില്ല കേട്ടോ. ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് റീഫ്രഷ് ആയിട്ട് തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ, ഓക്കെ.
ഇപ്പോൾ വണ്ടി കഴിഞ്ഞ പ്രാവശ്യം മീൻസ് 2-3 മാസം മുമ്പ് ഞാൻ വന്നപ്പോഴൊക്കെ വലിയ വണ്ടികൾ ഒരുപാടുണ്ടായിരുന്നു. ഇത്തവണ ആ ടൈപ്പ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ഇപ്പം മന്ത് സ്റ്റാർട്ട് ആയതുകൊണ്ട് കഴിഞ്ഞ മാസം കുറച്ച് സെയിലുള്ളതുകൊണ്ട് കുറച്ച് വണ്ടികൾ ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് വണ്ടികൾ കയറാനുണ്ട്. ഇപ്പോൾ വലിയ വണ്ടികളായിട്ട് ഇപ്പോൾ 2022 ക്രിറ്റ കിടപ്പുണ്ട്, 2020 കിയ സോനറ്റ്, പിന്നെ നമ്മളെ വേറെ ബ്രാഞ്ചിൽ കിയ കാരൻസ്, വെന്യൂ അതുപോലത്തെ ഉള്ള വലിയ വണ്ടികളും ഉണ്ട്. അത്തരം വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ എൻക്വയറി ചെയ്താൽ അതെ എൻക്വയറി ചെയ്താൽ മതി, തീർച്ചയായിട്ടും എടുത്തു കൊടുക്കാം. നമ്മളെ അവൈലബിൾ ആണ്, വണ്ടികളെല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം ബൊലോറോ കിടപ്പുണ്ട്, വണ്ടികളെല്ലാം ഉണ്ട്. ബ്രിസ വരുന്നുണ്ട്, അർബൻ ക്രൂസർ വരുന്നുണ്ട്, ഡീസൽ ബ്രിസയാണ് വരുന്നത്. എല്ലാവരും എവിടുന്നായി വരുന്നത്? വണ്ടിയൊക്കെ ഉണ്ട്, നമ്മളെ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അതെ, ഇത് 2020 കിയ സോനറ്റ് ആണ്. വണ്ടി 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പാണ്. വണ്ടിക്കകത്ത് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, നല്ല ക്ലീൻ പീസ് വണ്ടി തന്നെയാണ്. നമ്മളെ ഇതിന് ആസ്കിങ് പ്രൈസായിട്ട് വരുന്നത് 745 അതിനകത്ത് കാറാൻ ബൈക്ക് കൊടുക്കുന്ന 2 വർഷത്തെ വാരൻറ്റി ഉണ്ട് വണ്ടിക്ക്. നോർമൽ വാറൻറ്റി കഴിഞ്ഞോ? കമ്പനി വാരൻറ്റി കഴിഞ്ഞിരിക്കണം. കഴിഞ്ഞെങ്കിൽ തന്നെ വണ്ടിക്ക് അത് ചെറിയൊരു പീരീഡ് ആയിരിക്കും വരുന്നത്. കമ്പനി വാരൻറ്റി ആയിട്ട് ചെറിയൊരു പീരീഡ് വരെ വരുന്നുള്ളൂ. അതിനേക്കാൾ നല്ലത് എടുക്കുന്ന കസ്റ്റമർ കാറാൻ ബൈക്കിൻ്റെ നമ്മുടെ തന്നെ വാരൻറ്റി കൊണ്ടുവന്നതാണ് നല്ലത്. നമ്മൾ തന്നെ പ്രോഡക്റ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്, നമ്മളായിട്ട് ഇച്ചിരി ഇതും കൂടെ കാണും. ഇത് മൈലേജ് എന്താണ്? മൈലേജ് കോമ്പാക്ട് SUV ആണ്, ഏകദേശം ഒരു 15, മാക്സിമം ഒരു 15 ആ റേഞ്ചൊക്കെ നമുക്ക് കിട്ടും. പെട്രോൾ അല്ലേ? പെട്രോളാണ്. ഇത് എത്ര രൂപ നമുക്ക് ഇറക്കാം? ഫിനാൻസ് ആണ് നോക്കുന്നതെങ്കിൽ മിനിമം ഡൗൺ പേയ്മെൻ്റ് ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിലും നമുക്കൊരു 50-60 ആ റേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്യാം. 50-60. അതെ. അപ്പം ഏകദേശം മാസം അടവ് എങ്ങനെയായിരിക്കും? മാസം അടവ് പെർ ലാക്കിന് ഒരു 2,500 വെച്ച് കൂട്ടിയോ, ഏകദേശം ആ റേഞ്ച് ആയിരിക്കും വരുന്നത്. ഓക്കെ, 1,00,000-ന് 2,500. ഫിനാൻസ് നിൽക്കുന്ന 1,00,000-ന് 5 വർഷത്തേക്ക് ഒരു ആവറേജ് 2,500-നകത്ത് വരുന്ന രീതിക്കായിരിക്കും അടവ് വരുന്നത്, EMI വരുന്നത്. ഓക്കെ, വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്ത വണ്ടിയാണ്. അതെ, അത് സത്യസന്ധമായിട്ട് പറയണം. കാരണം ഞാൻ ഓരോരുത്തരെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ്. ഈ ഓരോ നാട്ടിൽ നിന്നൊക്കെ പാവപ്പെട്ടന്മാർ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെയും വിശ്വസിച്ച് എന്നെയും വിശ്വസിച്ച് വന്നിട്ട് ഇതിനകത്ത് നമ്മളെ കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം കൂടുതൽ മോഡലുള്ള വണ്ടികളാണ് കൊടുക്കുന്നത്. അപ്പം മോഡലുള്ള വണ്ടിയുടെ ജസ്റ്റ് നമ്പർ അടിച്ചു കൊടുത്താൽ തന്നെ ഏത് ഷോറൂമിൽ നിന്ന് സർവീസ് എടുക്കും. എന്നിട്ട് നോക്കിയാൽ മതി, എന്നിട്ട് ബുക്ക് ചെയ്താൽ മതി. അതിപ്പോ നിങ്ങൾ കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്ന ബോർഡല്ലേ വെച്ചേക്കണേ, അത് വിളിച്ചു വെച്ചാൽ നമ്മൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ കൊടുക്കാം, നമ്പർ ഉൾപ്പെടെ കൊടുക്കാം. അതെ, നമ്മൾ വീരടിക്കാതെ തന്നെ നമ്മൾ കാർ ആൻഡ് ബൈക്കിന്റെ ആഡ് കയറണമല്ലോ, അങ്ങനെ ചെയ്യുന്നതാണല്ലേ. സനോണ ഇത് 2022 സെലിയറോ ZXA പ്ലസ് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 11,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. വണ്ടി വിശ്വസിച്ചെടുക്കാം, സിംഗിൾ ഓണർ. കാരണം മാരുതിയുടെ വണ്ടി 11,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഓപ്ഷൻ വണ്ടി, ഒരു റീപ്ലേസ്മെന്റും ഇല്ല. അതെ, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പുഷ് ബട്ടൺ, ആൻഡ്രോയിഡ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇല്ല, ഇതിപ്പം കമ്പനിയിൽ നിന്ന് കൊടുത്ത രീതിക്ക് തന്നെ കിടക്കുക. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 645. 645? അതെ. എടാ, വണ്ടി ഇറങ്ങിയ പത്രയിലുള്ളൂ. ഇത് ZXA 22 സെലിയർ ZXA പ്ലസിനാ. അന്വേഷിക്കും. സോറി. ഓക്കെ. എത്ര? ഇതും 50 ആ റേഞ്ച് ഇറക്കാൻ പറ്റുമോ? അതെ, നമുക്ക് 40 മിനിമം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഇത് 2014 മോഡല് ഐട്ടൺ ആണ്, എറ. വണ്ടി ഏകദേശം 50-ന് താഴെ ഓടിയിട്ടുള്ളൂ. വണ്ടി ഒരു ചെറിയ ബഡ്ജറ്റിൽ അത്യാവശ്യം ഒരു വണ്ടി നോക്കുന്ന ഫാമിലി യൂസിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആസ്കിങ് 288 അത് ഫൈനൽ റേറ്റ് ആയിട്ട് നോക്കണ്ട, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത്തരത്തിലൊരു വണ്ടി നിങ്ങളുടെ കടയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങളുടെ ഈ ഷോപ്പിൽ. ഏതാണ്? അതായത് ഈ സീറ്റ് കവർ മോശമായിരിക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ. ഇപ്പൊ മോശം എന്ന് പറയാൻ വേറെ മോശമല്ല, അതാ ഈ കാണുന്ന ഈ പാടുകളൊക്കെ ആണെങ്കിൽ തന്നെ അത്ര പോലും ഞാൻ അങ്ങനെ നിങ്ങളെ ഷോപ്പിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ഇതിപ്പം ഞാൻ പറഞ്ഞില്ല, നമുക്ക് കൂടുതൽ ലോ ബഡ്ജറ്റൊക്കെ വരുന്നുണ്ട്. അപ്പം ചെറിയൊരു ബഡ്ജറ്റിനുള്ള വണ്ടി അതായിട്ട് കൂട്ടിയാൽ മതി. ആ തുകയ്ക്കുള്ള രീതിയിൽ കാർ ആൻഡ് ബൈക്ക് കൊട്ടാരക്കര എടുത്തു തുടങ്ങിയിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയ കസ്റ്റമേഴ്സ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച്. എന്നാലും ഇത് 14 മോഡലാണ്. 14ആണ്? അതെ. ഒരു 13-14 മൈലേജ് അത്രയും പ്രതീക്ഷിച്ചാൽ പോരെ? 15-നകത്ത് പ്രതീക്ഷിച്ചാൽ മതി. ഐട്ടൺ ആ ഒരു റേഞ്ചാണ് മൈലേജ് കിട്ടുന്നത്. പെട്രോൾ ഐട്ടൺ ആ ഒരു റേഞ്ചൊക്കെയാണ് മൈലേജ് കിട്ടുന്നത്. 14 വണ്ടിയല്ലേ? റീപ്ലേസ് ഇതിനെങ്കിലും എന്തെങ്കിലും
റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇപ്പം ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്ലാസ്, ബോണറ്റ്, ഡോറ് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. പിന്നെ 14 വണ്ടിയാണ്. അത്യാവശ്യം റീപെയിൻ്റ് ഉണ്ട്, കോർണർ പെയിൻ്റ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം റീപെയിൻ്റ് ഉണ്ട്. അത് ആർക്കായാലും നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ മേജറായിട്ട് ബോണറ്റ്, ഗ്ലാസ്, ഡോറ് അങ്ങനെയുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും വണ്ടിക്ക് അതൊന്നുമില്ല. അല്ല, അതൊക്കെ വിശ്വസിച്ചെടുക്കാം. ഇത് 2018 മോഡൽ ഇയോൺ എറയാണ്. വണ്ടി 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ് വാഹനം. വണ്ടിക്കകത്ത് നേരത്തെ പറഞ്ഞ തന്നെ വേറെ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 18 വണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ചെറിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തു. അതെ, ചെറിയ ആൻഡ്രോയിഡ് ഒക്കെ വെച്ചിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കാവുന്ന രീതിക്കുണ്ട്. ഒരു ടയർ മാത്രമേ എന്തോ വീക്കായിട്ടുള്ളൂ. ബാക്കി എല്ലാം അത്യാവശ്യം നീറ്റാണ്. കുറച്ച് കോർണറിൽ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടെന്നല്ലാതെ വണ്ടിക്ക് അത് ബോഡിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ ആസ്കിങ് പ്രൈസ് ആയിട്ട് വരുന്നത് 295 അതിനകത്ത് എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഇയോണിന് ഹ്യുണ്ടായി നിർത്തിയ വണ്ടിക്ക് നമ്മളെ കാറാൻ ബൈക്കിൻ്റെ 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്. ഇതിനുണ്ട്. അതെ, 18 വണ്ടിക്ക് 2 വർഷത്തെ വാറൻറ്റിയിൽ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലെ ബാക്ക് സൈഡ് ടയർ മൊട്ടയാണ്, അത് മാറി. അതെ, ഒരു ടയർ വെച്ച് മോശമാണ്. കസ്റ്റമർ വരട്ടെ, നമ്മൾ എന്തായാലും പ്രൈസും കാര്യങ്ങളെല്ലാം സംസാരിക്കുമല്ലോ. നല്ലൊരു ഡീലാണെങ്കിൽ നമുക്കത് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ചെയ്യാം. അതെ. എത്ര ചോദ്യം? ഇത് 295. അത് വാറൻറ്റി നിർത്തിക്കൊണ്ട് തന്നെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വാറൻറ്റി എന്ന് പറയുന്നല്ലോ, അത് എന്തിനൊക്കെയാണ്? ഇതിൻ്റെ വാറൻറ്റി, ഇതിന് 2 വർഷം കിട്ടുന്ന വാറൻറ്റി എന്ന് വെച്ചാൽ എഞ്ചിനും ഗിയർ ബോക്സിനും 2 വർഷം, AC കംപ്രസറിന് 1 ഇയർ ഇതിന് വാറൻറ്റി ഉണ്ട്. ഫുൾ പാർട്സ് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ആയിരിക്കും. ഓക്കെ, അങ്ങനെ. അതെ, എഞ്ചിനും ഗിയർ ബോക്സിനും ഫുൾ പാർട്സിനും റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഇത് 2024 സ്വിഫ്റ്റ് ZX ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 14? അതെ, 2024, 1 ഇയർ തികഞ്ഞിട്ടില്ല വണ്ടി. വണ്ടി. അതെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്, 14,000 കിലോമീറ്റർ. വണ്ടിക്കകത്ത് അഡീഷണലായിട്ട് വലിയ ആക്സറീസ് ഒന്നും കയറിയിട്ടില്ല. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എല്ലാം കമ്പനി ഇതായിട്ട് തന്നെ കിടക്കുന്നത്. അതെ, ZX ആണ്. ആൻഡ്രോയിഡ്, ഫോഗ് ലാമ്പ്, ഇൻഫോടൈൻമെൻറ്റ്, ഓട്ടോ ക്ലൈമറ്റ്, AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ZX+ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് കുറച്ച് സാധനങ്ങളുടെ ഡിസൈനകത്ത് വ്യത്യാസം വരുന്നേ ഉള്ളൂ. അലോയുടെ ഡിസൈൻ മാറും, ഹെഡ് ലാമ്പ്, പ്രൊജക്ടർ വരും. അങ്ങനെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ വരും. ബാക്ക് വൈപ്പർ, ഡിഫോവർ എല്ലാം ഉണ്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 795. 2024 വണ്ടി, 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ZX ആണ്. ഒരു പുതിയ വണ്ടിയില്ലേ? പുത്തൻ വണ്ടി. ഇപ്പോൾ മാരുതി തപ്പിയപ്പോൾ ഈ വണ്ടി കിട്ടില്ല. കാരണം നമ്മുടെ സ്വിഫ്റ്റ് എല്ലാം ഇപ്പോൾ 3 സിലിണ്ടർ ആക്കിയല്ലോ. ലാസ്റ്റ് ചെയ്യുന്ന 4 സിലിണ്ടർ വണ്ടി. ഇത് 2017 മോഡൽ ക്യുഡാണ്. 800 cc വരുന്ന വണ്ടി. ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. ഏകദേശം 60 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടി RXS ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. ഓണർഷിപ്പ് സിംഗിൾ. സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. 2017 സെക്കൻഡ് ഓണർഷിപ്പ് ക്യുഡ് 800 ഫുൾ ഓപ്ഷൻ. ഇത് ആൻഡ്രോയിഡ് സിസ്റ്റം ഇത് വരുന്നത് തന്നെയല്ലേ? ഇത് ഇൻബിൾട്ട് സ്റ്റീരിയും കാര്യങ്ങളാണ് വരുന്നത്. അത് ഫീച്ചേഴ്സായിട്ട് ആ രീതിക്കാണ്. 2 ഡോർ പവർ വിൻഡോ, ഒരു ഇൻബിൾട്ട് സ്റ്റീരിയോ കൊടുക്കുന്നുണ്ട്. സീറ്റ് കവർ അത്യാവശ്യം വൃത്തിയുള്ളൊരു സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് വണ്ടിക്കകത്ത്. സ്ക്രാച്ചസ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 2017 വണ്ടി എന്നൊരു അതിൻ്റെ ചെറിയ പോരായ്മകൾ അത്രയേ ഉള്ളൂ. ഒന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ചെറിയ ബഡ്ജറ്റിൽ മാക്സിമം ഫിനാൻസ് കിട്ടുന്നൊരു വണ്ടി കിട്ടും. എത്ര ചോദ്യം? ഇത് 275. ഇത് ഇറങ്ങിയപ്പോൾ എന്താ വില ഉണ്ടായതാണ്? ഇത് ഏകദേശം 4-5 അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. ഓൺ റോഡ് ഇറങ്ങുമ്പോൾ? അതെ, ഓൺ റോഡ് പ്രൈസാണ്, ഷോറൂം അല്ല. ഓൺ റോഡ് പ്രൈസ് ഏകദേശം 5 അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. ഇത് 2016 മോഡൽ ഇയോൺ സിംഗിൾ ഓൺഷിപ്പ്. ഒറ്റ കൈക്ക് ഓടിയ വണ്ടിയാണ്. വണ്ടി 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എറയാണ് വേരിയൻറ്റ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ എൻജിൻ സൈഡ് കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കകത്തില്ല. ഇതിന് 1 ഇയർ വാറൻറ്റി കിട്ടും. 1 ഇയർ എൻജിനും ഗിയർ ബോക്സിനും വാറൻറ്റി ഉള്ളതാണ്. കാറും ബൈക്കിന് വാറൻറ്റി കിട്ടുന്ന വണ്ടിയാണ്. അത്യാവശ്യം നീറ്റ്നെസ് ഉണ്ട് വണ്ടിക്ക്. സീറ്റ് കവർ കയറിയിരിക്കുകയാണ്, ഇത് മാറി കൊടുക്കുമോ, ചേഞ്ച് ചെയ്യുമോ? സീറ്റ് കവർ നോക്കട്ടെ, വരുന്ന കസ്റ്റമറിനനുസരിച്ച് ബാർഗനിങ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബാർഗനിങ് ചെയ്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാൻ കസ്റ്റമർ അതിന് വില്ലിങ് ആയിരിക്കുമല്ലോ. കസ്റ്റമർ വില്ലിങ് എല്ലാം നമ്മൾ അടിച്ചേൽപ്പിക്കത്തില്ലല്ലോ. അതില്ല, അതാ. എന്നാലും ചോദിച്ചു എന്നേ ഉള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല.
ഒന്നുമില്ല, ഡോറില്ല, ഗ്ലാസ് ഇല്ല. ഇല്ല, ഡോറ്, ഗ്ലാസ്, ബോണറ്റ് അങ്ങനെയുള്ള റീപ്ലേസ്മെൻ്റ് ഒന്നും വണ്ടിക്കകത്തില്ല. പിന്നെ 16 വണ്ടി ആയതിൻ്റെ കോർണറിൽ കുറച്ച് സ്ക്രാച്ചസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 16 വണ്ടിയാണ്, അത് കാണും യൂസർ കാർ. ചോദിക്കുന്നത് ഇത് 275 അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ഇത് 2014 മോഡൽ ഡീസൽ സ്വിഫ്റ്റ് ആണ്. ഡീസൽ സ്വിഫ്റ്റ് VDA ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 75,000 കിലോമീറ്റർ, ജെന്യൂൻ കിലോമീറ്ററാണ്. വണ്ടിക്കകത്ത് നേരത്തെ പറഞ്ഞ കണക്ക് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 14 വണ്ടിയാണെങ്കിലും ഇന്ത്യ എക്സ്റ്റീരിയർ നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഇതിനും വേണമെങ്കിൽ നമുക്ക് 1 ഇയർ വാറൻറ്റി കൊടുക്കാം. 1 ഇയർ കൊടുക്കാൻ പറ്റും. അതെ, വണ്ടി കാണാൻ നല്ല വൃത്തിയാണ്. അതെ. റീപ്ലേസ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റിന് ഒന്നുമില്ല വണ്ടിക്കകത്ത്. നേരത്തെ പറഞ്ഞ കണക്ക് വേറെ ഗ്ലാസ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എഞ്ചിൻ നോക്കിയാലും എഞ്ചിൻ റൂം തുറന്ന് നോക്കിയാലും അതിന് അനാവശ്യ ലീക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീസൽ വണ്ടിയായിട്ട് പോലും. ഓക്കെ, എത്ര ചോദ്യം? ഇത് 425 ഫൈനൽ പ്രൈസായിട്ട് നോക്കണ്ട, അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ടയർസൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. അതെ, ടയറാണ്. ഇത് 2019 മോഡൽ പോളോ കംഫർട്ട് ലൈനാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, ഏകദേശം 50,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടി എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട്. ഫുൾ വോൾക്സ്വാഗനിൽ തന്നെ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സർവീസും അതെ, വോൾക്സ്വാഗനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിക്ക് അത് വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ഫുൾ ഷോറൂം സർവീസ് വണ്ടിയാണ്. ടയറും കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ല. വണ്ടി എടുത്തിട്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. പെട്രോളാണ് വണ്ടി. മൈലേജ് എങ്ങനെയാണ്? പെട്രോൾ ആകുമ്പോൾ ഒരു 13-14 ആ റേഞ്ച്. അതെ. എത്ര ഓടിയെന്നാ പറഞ്ഞേ? ഇത് 50,000. പോൾ എടുത്തൊരു വ്യക്തി 50 ഓടുവോളോ? പെട്രോൾ അല്ല, ഓട്ടം ഉള്ള വണ്ടിയായിരിക്കും അത്. പെട്രോൾ അധികം ഓടത്തില്ല. ഡീസലാണ് ഞാൻ പറഞ്ഞത്. ഡീസൽ ഏകദേശം നല്ല ഓട്ടം ഓടിയാണ്. 19 വണ്ടി പെട്രോൾ 50 ഓടിയത് തന്നെ നല്ലൊരു ഓട്ടം. എങ്കിൽ എത്രയാണ് ഇതിൻ്റെ തുക? ഇത് 595. അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. മാക്സിമം ഡിസ്കൗണ്ട് കഴിഞ്ഞ് തന്നെ വണ്ടി കൊടുക്കാം. ഇത് ഒരു സ്വിഫ്റ്റ് ZX ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 2018 വണ്ടിയാണ്. ഇത് മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് പെട്രോളാണ്. വണ്ടി സിംഗിൾ ഓൺഷിപ്പ്, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല വണ്ടിക്കകത്ത്. എക്സ്ട്രാ നല്ലൊരു സീറ്ററും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എടുക്കുന്ന കസ്റ്റമറിനകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ആൾറെഡി തന്നെ വരുന്നുണ്ട്. ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. ഇതിനും നമ്മളെ 2 വർഷം വാറൻറ്റി ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. 65,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. മാരുതി തന്നെ ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. എത്ര ചോദ്യം? ഇത് 665 വിത്ത് വാറൻറ്റിയിൽ തന്നെ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാം. സനോണ നമുക്കൊരു 2023 മോഡൽ ടാറ്റ ടിയാഗോ XZ കിടപ്പുണ്ട്. ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓൺഷിപ്പ്, 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2023 വണ്ടിയാണ്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി. 0 ആക്സിഡൻറ്റ്, 0 റീപ്ലേസ്മെൻറ്റ്. വണ്ടി എടുക്കുക, യൂസ് ചെയ്യുക. ആ ഒരു കണ്ടീഷനിൽ കിടങ്ങുന്ന, ഷോറൂം കണ്ടീഷൻ കിടങ്ങുന്ന വണ്ടി. എന്തോ ഓടി? 23,000. ജെന്യൂൻ കിലോമീറ്റർ. സേഫ്റ്റി കിങ് ആണ്. എന്തെങ്കിലും അപാകതകൾ? ഒന്നുമില്ല. വണ്ടിക്കകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടാറ്റയുടെ തന്നെ ഇത് ഉള്ള വണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മളെ 2 വർഷം വാറൻറ്റി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 595. 2023 സിംഗിൾ ഓൺഷിപ്പ് ടിയാഗോ XZ 23,000 കിലോമീറ്ററുടെ വണ്ടിക്ക് 595. ഇത് 2014 മോഡൽ ഇയോൺ ആണ്. ഇയോൺ എറ പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 2014 സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പക്ഷേ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതെ, അങ്ങനെ പറയണം. 1,10,000 നിങ്ങളുടെ കയ്യിൽ നമ്മളൊരു 1,00,000 രൂപയുടെ വണ്ടി കൊണ്ടു തന്നാൽ നിങ്ങൾ പറയും, അല്ല 1,00,000 അല്ല, 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടി കൊണ്ടു തന്നാൽ നിങ്ങൾ പറയും, എന്നാൽ 1,00,000 ഓടിയ ചത്ത് പിന്നെ ഇല്ല എന്ന് പറയും. നിങ്ങൾ തരുമ്പോൾ മാത്രം 90,000 ഓടിയിട്ടുള്ളൂ. ഞാൻ 90 ഓടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2014 ഉണ്ട്, 90 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓൺഷിപ്പാണ്. ഒരാൾ തന്നെ ഓടി എത്തിച്ച കിലോമീറ്ററാണ് ഇതെല്ലാം. നേരത്തെ പറഞ്ഞ കണക്ക് ഫുള്ള് അത്യാവശ്യം ബോഡി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നില്ല. മേജർ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എൻജിൻ സൈഡ് നോക്കിയാലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. അത് ഉറപ്പ് കൊടുക്കാൻ പറ്റും. എടുത്തിട്ട്
ഇത് രണ്ട് എന്ന് വെച്ചാൽ എടുത്തിട്ട് അല്ലറ ചില്ലറ പണിയാണ്. ചെറിയ ചെറിയ പൊട്ടുപിടി വർക്കൊക്കെ അല്ലേ, അതൊക്കെ കാണും. അല്ലാതെ മേജർ തലപോന്ന വർക്കോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കത്തില്ല. എത്ര ചോദ്യം? ഇത് 2.18 ഫൈനൽ പ്രൈസ് ആയിട്ട് നോക്കണ്ട, അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. 2014 വണ്ടി. ഇത് 2023 ആൾട്ടോ കേട്ട LX ആണ്. LX ആണെങ്കിൽ എക്സ്ട്രാ ആൻഡ്രോയിഡ് 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി 20,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഫസ്റ്റ് ടയറാണ്. വണ്ടിക്ക് കൊള്ളാം, നല്ല വൃത്തിയുണ്ട്, നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? 4.45. 4.45. അതെ. ഇത് ഓൾട്ടോ അല്ലേ? ആൾട്ടോ കേട്ടൻ. ഇത് ഓൺ റോഡ് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും വില? ഏതാ ഈ വണ്ടി? ഇത് 6 അടുപ്പിച്ചുണ്ടായിരുന്നു. നിങ്ങൾ ചോദിക്കുന്നത് 4.45. മാർക്കറ്റാണ് അത്. OLX മാർക്കറ്റ് പ്രൈസ് എവിടെ വേണമെങ്കിലും തപ്പാം. ഈ ഒരു റേഞ്ച് തന്നെയാണ്. ഏതാ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2023 മോഡൽ എസ്പ്രസോ VXA പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓൺഷിപ്പ്, 20,000 കിലോമീറ്റർ. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും വണ്ടിക്കകത്തില്ല. കിലോമീറ്റർ വണ്ടി 20,000 കിലോമീറ്റർ ആണ് പറഞ്ഞത്. നമ്മൾ ആ ഒരു ടൈപ്പ് എടുക്കാറുള്ളൂ. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചാലേ? അല്ലല്ല, ഇൻബിൽഡ് ആയിട്ടുള്ള VXA പ്ലസ് ആണ്. ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ ടോപ്പ് എൻ്റെ വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, 2 എയർ ബാഗ്, അത്യാവശ്യം നല്ല സീറ്റോടെ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾ നേരത്തെ ചോദിച്ചത് കിലോമീറ്റർ ജെന്യൂൻ ആണ്. നമ്മൾ അങ്ങനെയുള്ള വണ്ടികളെ എടുക്കൂ. അതൊക്കെ അല്ല, എല്ലാ വണ്ടി 20,000 കിലോമീറ്റർ എന്ന് പറയുമ്പം നീ 20 റൗണ്ട് പറഞ്ഞതേ കറക്റ്റ് 20 എന്നല്ലല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി. 20,700, 20,600 അല്ലെങ്കിൽ 21 ആ റേഞ്ച് അങ്ങനെ. അല്ലെങ്കിൽ കേൾക്കുന്നവരും വിചാരിക്കും ഇന്ദ്ര വണ്ടിട്ട് 20,000 നിൽക്കുന്നത്. ഇത്രയും വണ്ടികൾ കിടക്കുന്നതല്ലേ, കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. എന്നാലും റൗണ്ട് ആയിട്ട് ഏകദേശം അതാണ് വരുന്നത്. എത്ര ചോദ്യം? 4.95. അതെ. 23 എസ്പ്രസോ VXA പ്ലസ് ആണ്. സാധനം നേരത്തെ ചോദിച്ചെങ്കിൽ നമ്മൾ മോഡൽ കുറഞ്ഞതൊക്കെ തുടങ്ങിയെന്ന് വെച്ചാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ നമ്മൾ മോഡൽ കുറഞ്ഞതും എടുക്കും. 2011 കേട്ടൻ LX ആണ്. എക്സ്ചേഞ്ച് അല്ല നിങ്ങൾ എടുത്ത? അതെ. വണ്ടി 2011 ആണ്. അത്യാവശ്യം അടുത്ത വർഷമാണ് ടെസ്റ്റ് വരുന്നത്. ഒരു വർഷം കൂടെ പേപ്പറും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി 90 അടുപ്പിച്ചാണ് ഓടിയിരിക്കുന്നത്. 90 കിലോമീറ്റർ ആയി. ജെന്യൂൻ കിലോമീറ്റർ. അങ്ങനെ കറങ്ങിയിട്ടൊന്നുമില്ല. ആരെ വേണമെങ്കിൽ കാണിക്കാം. അത്യാവശ്യം എക്സ്പേർട്ട് ആണെങ്കിൽ മീറ്റർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കിലോമീറ്റർ ടാമ്പാണോ അല്ലയോ എന്നൊക്കെ. വണ്ടി കാണാനൊക്കെ കൊള്ളാൻ വൃത്തിയുണ്ട്, നീറ്റ്നെസ് ഉണ്ട്. വണ്ടി ടയറും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. എടുത്തിട്ട് ഒരാൾക്ക് പ്രത്യേകിച്ച് അത് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഗ്ലാസ്, ബോണറ്റ്, ഡോറ്, അങ്ങനെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം റീപെയിൻ്റ് ഉണ്ട്. കയറിയിട്ടുണ്ടല്ലേ? ഉണ്ട്. റീപെയിൻ്റ് ഉണ്ട്. റീപെയിൻ്റ് ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പുട്ടി കണ്ടന്റ് കുറവാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് 1.75. 1.75. അതെ. അത് എന്തെങ്കിലും കുറയോ? അഡ്ജസ്റ്റ് കൊടുക്കാം. ഇത് 2022 ആൾട്ടോ 800 VXA ആണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം. 40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ഒന്നുമില്ല. വണ്ടി തന്നെ നീറ്റ് വണ്ടി തന്നെ. എക്സ്ട്രാ നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം കമ്പനി സ്റ്റീരിയോ ആണ്. 2 എയർ ബാഗ്, 2 ഡോർ പവർ വിൻഡോ, ഇതെല്ലാം ബേസിക്കായിട്ട് വരുന്ന ഒരു ചെറിയ വാഹനം. നമ്മൾ 2 വർഷം വാറൻറ്റി ഉണ്ട്. അത്യാവശ്യം ഫിനാൻസും കാര്യങ്ങളെല്ലാം കയറും. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ആർക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം. ബാക്ക് ടയർ മൊട്ടയാണ്. ടയറിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കാം. അത് വന്ന രീതിക്ക് തന്നെ കിടക്കുവാണ്. ടയർ അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ചോദ്യം എത്രയാ? ഇത് 3.88. 3.88. അതെ. ഇത് 2023 മോഡൽ ക്യുഡ് RXZ ആണ്. ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ്, 30,000 കിലോമീറ്റർ, ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇത് 4.45. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. 23 വണ്ടിയും കൂടെ മോഡലുള്ള വണ്ടിയാണ്. 4.45. ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു മോഡൽ വണ്ടി ഓട്ടോമാറ്റിക് വേറെ കിട്ടില്ല. ഇത് 800 cc ആണോ? 1000 വരും. ഓട്ടോമാറ്റിക് 1000 വരും.
അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. മിറർ ഈ ബാക്ക് ഡോർ തുറന്നപ്പോൾ സൗണ്ട് ഉണ്ട്. വെയിലത്ത് കിടക്കുന്നതിന്റെ ആണോ? ഇത് നമ്മൾ കൂടുതലായിട്ടും ഒന്നാമത്തെ കാര്യം ഇപ്പം നമ്മൾ ഡോർ സ്ഥിരമായിട്ട് തുറക്കുന്നതിൽ പോലും ഡ്രൈവർ സൈഡും കോ പാസഞ്ചർ സൈഡും ആയിരിക്കും കൂടുതലും തുറക്കുന്നത്. അപ്പൊ ബാക്ക് ഡോർ അത്രയും എപ്പോഴും തുറക്കാതെ കിടന്നിട്ട് തുറക്കുമ്പോൾ വരുന്നൊരു പിടുത്തമാണ്. ഒന്നുമില്ല. ടയേഴ്സ് ഒക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല ടയർ എല്ലാം ഉണ്ട്. കിടപ്പുണ്ട്. 4 ടയേഴ്സ്, അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദിച്ചേ? 445. ഇത് 2019 മോഡൽ സാൻഡ്രോ മാഗ്നയാണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. എന്ന് വെച്ചാൽ 4 ടയറുണ്ട്, ബോഡി ക്വാളിറ്റി അത്യാവശ്യമുണ്ട്. അങ്ങനെ വലിയ രീതിക്കുള്ള റീപെയിൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിക്കകത്ത് വന്നിട്ടില്ല. മാഗ്നയാണ്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഒരു സ്റ്റീരിയോ അഡീഷൻ ചെയ്തിട്ടുണ്ട്. ബാക്ക് എയർ വെൻറ്റ് വരെ വരുന്നുണ്ട് വണ്ടിക്കകത്ത്. എത്ര ചോദിക്കുന്നത്? ഇത് 3,68,000. അതിനകത്ത് വണ്ടിക്ക് 2 വർഷത്തെ കാർ ആൻഡ് ബൈക്കിൻ്റെ വാറണ്ടി ഉണ്ട്. 3,68,000 ചോദിച്ചാൽ അത് അത്യാവശ്യം കുറയുമല്ലോ വിലയിൽ, അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഉറപ്പായിട്ടും. ബാക്ക് AC വെൻ്റ് ഒക്കെ വരുന്ന മോഡലാണ്. ഈ ബാക്ക് ടയർ മുട്ടയാണ്. ആ ടയർ ഇച്ചിരി മോശമാണ്. ഫ്രണ്ട് 2 അത്യാവശ്യം ഉണ്ട്. മറ്റേ സൈഡും അത്യാവശ്യം നല്ലതാണ്. ഈ ഒരു ടയർ മാത്രമേ ഇച്ചിരി മോശമായിട്ടുള്ളൂ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല? ഒന്നുമില്ല. ഓക്കെ, ഒരു 50 രൂപ ഇറക്കാം. 50 രൂപ വേണമെന്നില്ല, നമുക്കൊരു 35-40 റേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ ഇറക്കാം. പ്രൊഫൈൽ വിഷയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫുൾ ലോൺ കയറുന്ന വണ്ടികൾ ഇത്തവണ ഇല്ല? ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. പിന്നെന്താ, എപ്പോഴും വെച്ചിട്ടാണ് നമ്മൾ ഈ അഡ്വാൻസ് ചോദിക്കുന്നത്. അതാ എന്ന് വെച്ചാൽ നമുക്കിപ്പം എല്ലാ കസ്റ്റമേഴ്സിനോടും നമുക്ക് ഫുൾ ലോൺ ഓഫർ ചെയ്യാൻ പറ്റില്ല. എല്ലാ വണ്ടിക്കും നമുക്ക് ഫുൾ ലോൺ ഓഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും മിനിമം ആ ഒരു എന്ന് വെച്ചാൽ ചെറിയൊരു ബഡ്ജറ്റ്, ഇപ്പോൾ ഒരു 30-40 രൂപ എങ്ങനെയായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടാണ്. അത് കൊടുക്കുമ്പോഴത്തേന് ഫിനാൻസിൽ നിന്ന് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഫണ്ട് ആവുകയും ചെയ്യും. പക്ഷേ ഈസി ആയിട്ട് കാര്യങ്ങളെല്ലാം നടക്കും. പിന്നെ 0 ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റും അടവും ഒക്കെ വെച്ച് കൂടുതലായിരിക്കും. എപ്പോഴും എന്തെങ്കിലും ഒരു അടവ് ഇടുന്നത് തന്നെയാണ് നല്ലത് ഫിനാൻസ് നോക്കുവാണെങ്കിൽ. ഇത് 2022 മോഡൽ വാഗണർ VX ആണ്. സിംഗിൾ ഓൺഷിപ്പ് വാഹനം, 1000 cc ആണ്. 3 സിലിണ്ടർ 1000 cc വരുന്ന വാഹനം. 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 20 പറയാത്തതാണ്. 19,000 ഓടിയിട്ടുള്ളൂ. 19,000 സംതിങ്, 20,000 തികഞ്ഞിട്ടില്ല. അതെ. VX ആണെങ്കിൽ അഡീഷണൽ ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്, ഇൻഫർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മാരി തന്നെ ചെയ്തതാണ്. അത്യാവശ്യം വണ്ടി എടുത്തിട്ട് പ്രത്യേകം ചെയ്യാനില്ല. അത് ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. കൊള്ളാം, വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. നല്ല നീറ്റ് വണ്ടി തന്നെ. ഈ 19,000 ഓടികളെന്ന് പറഞ്ഞാലേ ഈ ഡോർ പക്ഷേ ശരി പഴം പോലെ ഇരിക്കുന്നതേ. എന്താണ് ഈ തുറക്കുമ്പോൾ ഉള്ളൊരു ടൈറ്റ്നെസ് ഉണ്ടല്ലോ. മാരുതിയുടെ എല്ലാ വണ്ടിയും കിട്ടും. അല്ല അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞ. ഇപ്പം ആ ഡോർ തുറന്ന പോലല്ല ഈ ഡോർ തുറന്നപ്പോൾ, അതാ ഞാൻ ചോദിച്ചത്. പഴം പോലെ ഇരിക്കുന്നത് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ ആയിപ്പോയത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 585 ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. 2 വർഷം വാറണ്ടിയിൽ മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാം. 40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. പിന്നെന്താ, ഫുൾ ലോൺ വേണമെങ്കിലും കിട്ടും. നല്ല പ്രൊഫൈലാണ്. അത്യാവശ്യം ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. 2022 ക്രിറ്റ EX ആണ്. EX ആണെങ്കിൽ എക്സ്ട്രാ ഇതിനകത്ത് അലോയി ഇൻഫർടൈൻമെൻറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി 20,000 23 ആ റേഞ്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടിക്കകത്ത് വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 2022 വണ്ടി സെറ്റ് വണ്ടിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇത് മാനുവൽ ഡീസൽ പെട്രോൾ EX വേരിയൻറ്റ്. മൈലേജ് എങ്ങനെ? മൈലേജ് ഒരു 13 ആ റേഞ്ച്. അതെ, അതൊക്കെ അത്രയൊക്കെ കാണും. അല്ല ബലമുള്ള വണ്ടികളല്ലേ. അതെ, ഇതിന് മൈലേജ് പ്രതീക്ഷിക്കണ്ട. യാത്രാസുഖം, കംഫർട്ട്, ഓട്ടിക്കാനുള്ളൊരു രസം, ഇതൊക്കെ നോക്കിയാൽ മതി. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല, വണ്ടിക്കൊന്നുമില്ല. നല്ല ബ്ലാക്ക് കളർ വണ്ടി. ശരി, എത്ര ചോദിക്കുന്നത്? 1195. അയ്യോ, അപ്പോൾ ഇറങ്ങിയപ്പോഴോ? ഇറങ്ങിയപ്പോൾ ഈ വണ്ടി നല്ല വിലയുണ്ടെന്ന് നോക്കിയാൽ മറ്റേ പക്ക മാർക്കറ്റ് റേറ്റ് തന്നെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം പറയാത്തൊരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും വിളിച്ച് ചോദിച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ മേടിച്ചതിന് ശേഷം മാത്രം അവരവരുടെ നാടുകളിൽ നിന്ന് ഇങ്ങോട്ട് വരിക. അല്ലാതെ ചാടിക്കയറി വന്ന് വണ്ടി എടുക്കാൻ വരരുത്. ഈ കടയെന്നല്ല, ഏത് കടയായാലും നമ്മളങ്ങനെ ചെയ്യാവും. യൂസ്ഡ് വണ്ടിയാകുമ്പോൾ കേട്ടോ. അപ്പോൾ സനൂപ് സൗമ്യമായി സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് ആ കടകളിലെ വണ്ടികളെല്ലാം നല്ല അർത്ഥം.
ഇപ്പോൾ ഈ കടയിൽ എനിക്ക് പറയാൻ പറ്റും അവർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റും. ഇത്ര കാര്യമായിട്ട് ഇതൊക്കെ ചെയ്യും. പിന്നെ അതേപോലെ ഒരുപാട് ഓടാത്ത വണ്ടികളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ ബാക്കി എല്ലാ കടകളിലും കയറിയിട്ട് അതേപോലെ പറഞ്ഞാൽ അത് നടക്കത്തില്ല. അപ്പോൾ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുള്ള ഉണ്ടാക്കുക. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളാണ് കാശ് കൊടുക്കുന്നത്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അത് ചുമ്മാ കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് നോക്കിയും കണ്ടും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.